ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഈദ് മുബാറക്കായിട്ട് നമ്മൾ ഇന്ന് ബിരിയാണി ചെയ്യാനായിട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കാണുക, മുഴുവനായിട്ട് കാണുക വേണം കേട്ടോ. അമ്മയുടെ വകയായിട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും കമൻറ്റും കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അമ്മ ഇവിടെ ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ കറി മസാലയുടെ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാസ്മതി റൈസ് ആട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പുതിനയില എടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് ബിരിയാണിക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ബിരിയാണിക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് എല്ലാതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുരുമുളക്, കറുവപ്പട്ട, ഏലക്ക, എല്ലാ സാധനവും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പം അമ്മ ഇവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചിക്കൻ മുന്നേ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ ഫുഡ് കളറൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ അടുത്തത് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. എന്നിട്ട് നമുക്ക് ചിക്കൻ പൊടി കുറച്ച് ചേർക്കാം. എല്ലാ മസാല നമ്മൾ ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങ്. അപ്പം നമ്മൾ മസാലയൊക്കെ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂർ ഇതിങ്ങനെ വെക്കാം കേട്ടോ, ഫ്രിഡ്ജിൽ അടച്ച് വെച്ചെടുക്കണം. അപ്പോൾ അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ചിക്കൻ ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് നേരാക്കി എടുക്കാം കേട്ടോ. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ലാസ്റ്റാണ് നമ്മൾ ചോറ് വെക്കാനായിട്ട് പോകുന്നത്. ഉള്ളി നമ്മളിവിടെ നൈസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും തോനെ ഉള്ളിയൊന്നും വേണ്ട, നമ്മൾ ഇത് കുറച്ച് കച്ചമ്പറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് അല്ലാതെ അങ്ങ് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ, വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊന്നും കൂടി ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി എണ്ണയ്ക്ക് അടുത്ത ട്രിപ്പും കൂടി ഇടാൻ പോവുകയാണ്. ഇതും കൂടി നമുക്കങ്ങ് വറുത്തെടുക്കാം. ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ നമ്മളിവിടെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ അരി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് ചതച്ചങ്ങ് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ മസാലയ്ക്കുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി എല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചോറിലേക്ക് ഇടാനുള്ള പച്ചമുളകാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചൂടാക്കിയ നമ്മുടെ കുരുമുളകും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും നമ്മളിവിടെ പൊടിച്ചങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ, ബിരിയാണി മസാല. അപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കച്ചമ്പർക്ക് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കച്ചമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാതും ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കച്ചമ്പർ. അപ്പോൾ നമുക്ക് കച്ചമ്പർ അങ്ങ് മാറ്റി. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ കേട്ടോ മസാല തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ. അത് നമുക്ക് കുറച്ച് ഉപ്പിട്ടങ്ങ് കൊടുക്കാം. അപ്പോൾ ഉള്ളി വഴന്ന് വരാനായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇളക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്.
ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തു. അപ്പം നമ്മൾ പൊടിച്ച് വെച്ച ആ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. ഇങ്ങനെയൊക്കെ സമാധാനമില്ല നമ്മൾ എന്താ ഉണ്ടാക്കണ വെച്ചിട്ട്. ഉള്ളി വാടാനായിട്ട് കുറച്ച് ഉപ്പിട്ടായിരുന്നു. അപ്പം നമുക്കൊരു ലേശം ഉപ്പും കൂടി ഇട്ട് ചേർക്കാം. പിന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ പൊടിയൊന്ന് മസാലയിലൊന്ന് വന്ന് വരട്ടെട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അഞ്ഞു അപ്പം നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാണ്. ഇതൊന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് അടുപ്പത്തിരിക്കട്ടെ കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ചെറുതായിട്ട്. അപ്പം അമ്മ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്താൽ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്നും കൂടി അങ്ങ് ഇളക്കിയെടുക്കാം. മസാലയൊക്കെ ചിക്കൻ്റെ മുകളിൽ ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. 5 മിനിറ്റ് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതല്ലേ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം ഇനി അടുത്ത പണിയെന്ന് പറയുമ്പോൾ നമ്മൾ അരി കഴുകാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ മസാല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അരി കഴുകാനായിട്ട് പോവാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അമ്മ ഇവിടെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് അടച്ചിട്ട് മാറ്റി വയ്ക്കുകയാണ് നമ്മൾ. അരി കഴുകിയ ശേഷം നമ്മൾ അരി കഴുകിയിട്ടില്ല, കഴുകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ ഇതേ പാത്രത്തിന് 2 പാത്രം വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ അരി കഴുകിയെടുക്കാനായിട്ട് പോവുക. അരി കഴുകി വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്തേക്ക് ഒരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെള്ളം ഒന്ന് പോട്ടെ. എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി അതുപോലെ ഉള്ളി. അപ്പോൾ ആദ്യം തന്നെ മുന്തിരിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും നമ്മൾ വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അമ്മ ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം അണ്ടിപ്പരിപ്പാട്ടോ വറുത്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിയും. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം. ഇത് കോരി അങ്ങ് എടുക്കാം. അപ്പോൾ അതിവിടെ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഉള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഡെക്കറേഷന് ഇടാൻ വേണ്ടിയിട്ട് ഉള്ളിയാണ്. അപ്പോൾ ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ നന്നായിട്ട്. അപ്പോൾ ഉള്ളി ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതങ്ങ് കോരി എടുക്കാം. നമ്മളിവിടെ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും പട്ടയും ഗ്രാമ്പും അതുപോലെ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. അതേ പാത്രത്തിൽ 2 പാത്രം, ആ പാത്രത്തിൽ 2 നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം കൂടി ഒഴിച്ച് കൊടുക്കണം. അരി വേവാൻ പാകത്തിന്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളക് ഇവിടെ അങ്ങനെ ചേർത്ത് കൊടുത്ത്
പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നല്ല സ്മെല്ലിനായിട്ട് നമ്മൾ ഒരു ഗൾഫ് മല്ലിയുടെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പും പുതിനയിലയും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പുതിനയില ഇവിടെ ഊരി വയ്ക്കുക ചെയ്തിട്ടുള്ളത്, മല്ലിച്ചപ്പ് അരിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഉപ്പ് കമ്മി ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ അവിടെ അരിയിട്ട് കൊടുക്കുകയാണ് അമ്മ. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അരി ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. അപ്പോൾ ബിരിയാണി എസൻസ് നമ്മൾ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളേ ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെക്കാം. ബിരിയാണി എസൻസ് ചേർത്തപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ അരി വേവണുള്ളൂ. അപ്പോൾ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഈ ഒരു പാത്രമാണ് ദമ്മിടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ദമ്മിടാനായിട്ട് പോവുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയർ അങ്ങ് വെക്കുകയാണ്. ഒരു ലെയർ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ മസാല വെച്ച് കൊടുക്കാൻ പോവാണ്. മുഴുവനായിട്ട് മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി മല്ലിച്ചപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നേരത്തെ ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം. കുങ്കുമപ്പൂ ചേർത്ത വെള്ളം നമ്മളൊന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വെള്ളം തളിച്ചാലും മതി. ഒരു ലൈറ്റ് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മൂടിയിട്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ദമ്മിടല്ല ചെയ്യുന്നത്, നമ്മൾ അടുപ്പത്തേക്ക് വെക്കുക ചെയ്യുന്നത്. ചോറ് വെച്ചത് കാരണം നല്ല ചൂടുണ്ട്. അപ്പോൾ അടുപ്പിൻ്റെ മുകളിലാണ് വെക്കുന്നത്. അപ്പം ഇനി ഇതൊരു 5 മിനിറ്റ് സെറ്റായി വരട്ടെ. കല്ല് മാറ്റി നമുക്ക് ബിരിയാണി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അടുപ്പത്തേന്ന് അങ്ങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. ഇവിടെ ബിരിയാണി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയിൽ നിന്ന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം. അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ബിരിയാണി സിമ്പിൾ ബിരിയാണിയാണ്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ വരുന്നവരെ ബൈ.